ഒന്ന് അയഞ്ഞു തരുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിക്കുവാനായി പതിവ് പോലെ യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ അത്തരത്തിലൊരു ചൊല്ലുണ്ട് കേട്ടോ. ആ പറഞ്ഞതിൻ്റെ യഥാർത്ഥ പ്രതിരൂപമാണ് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങൾ. അവർക്കവരുടെ യുദ്ധക്കൊതി ഒരു കാലത്തും ഒടുങ്ങില്ല. നാറ്റോയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ തീക്കളിക്ക് എന്തായാലും പുടിൻ ഒരു അറുതി വെത്തിയേക്കും. അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് കാണാനാകുന്നത്. എന്താണ് സംഭവിക്കുന്നത്? വിശദമാക്കാം. യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ വേദിയിൽ തന്നെ എതിരാളികളെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വെല്ലുവിളിയും റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അത് ഒറേഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ കരുത്ത് പരീക്ഷിക്കാം എന്നതാണ്. റഷ്യയുടെ പുതിയ ഒറേഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന് ഏത് അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു മിസൈൽ ഡ്യുവലിന് റഷ്യ തയ്യാറാണെന്നും അതിന് അമേരിക്ക തയ്യാറുണ്ടോ എന്നുമുള്ള വെല്ലുവിളിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനായി അമേരിക്കൻ മിസൈലുകളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ലക്ഷ്യകേന്ദ്രം തിരഞ്ഞെടുക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അമേരിക്കയെ ശരിക്കും വെട്ടിലാക്കുന്ന വെല്ലുവിളിയാണത്. പുടിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്താലും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും അമേരിക്കയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടാൻ പോകുന്നത്. എന്തായാലും പുടിന്റെ ഈ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. മുൻ റഷ്യൻ ഡിസൈൻ സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും ഒറേഷ്നിക് ഒരു ആധുനിക ആയുധം തന്നെയാണ്. ഈ മിസൈലിനെ തടുക്കാനുള്ള ശേഷി ഇന്ന് ലോകത്ത് നിലവിലില്ല. ആ ഉറപ്പിന്റെ മേൽ തന്നെയാണ് പുടിൻ അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുന്നത്. അമേരിക്കയെ കണ്ട് ആരും അഹങ്കരിക്കേണ്ടതില്ല എന്ന നാറ്റോ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടി ഇതിന് പിന്നിലുണ്ട്. ഒറേഷ്നിക്കിന്റെ പരീക്ഷണ പ്രയോഗത്തിലൂടെ അതിന്റെ കരുത്ത് റഷ്യ ഇതിനകം തന്നെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക നൽകിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിയിട്ടാണ് ഈ മിസൈൽ ഉക്രൈൻ പ്രദേശത്ത് പതിച്ചിരിക്കുന്നത്. ആണവ പോർമുന ഘടിപ്പിച്ച് പ്രയോഗിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒറേഷ്നിക്കിൽ അത് ഘടിപ്പിക്കാതെ നടത്തിയ ഈ പരീക്ഷണം ലോകരാജ്യങ്ങളും അമ്പരപ്പോടെയാണ് നോക്കിക്കണ്ടിരിക്കുന്നത്. ഒറേഷ്നിക് പ്രയോഗിക്കുന്ന കാര്യം അരമണിക്കൂർ മുമ്പ് അമേരിക്കയെ റഷ്യ ഔദ്യോഗികമായി അറിയിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്നത് ലോകത്തിന് മുന്നിൽ റഷ്യയുടെ കരുത്താണ് കൂടുതൽ വർദ്ധിപ്പിച്ചത്. പാശ്ചാത്യ അനുമതിയോടെ റഷ്യൻ പ്രദേശത്തെ ആക്രമിക്കാൻ അമേരിക്കൻ ATACMS ബാലിസ്റ്റിക് മിസൈലുകളും ബ്രിട്ടീഷ് സ്റ്റോം ഷാഡോകളും ഉക്രൈൻ ആദ്യമായി ഉപയോഗിച്ചതിന് മറുപടിയായിട്ടാണ് നവംബർ 21-ന് റഷ്യ ആദ്യമായി ഒറേഷ്നിക് മിസൈൽ ഉക്രൈൻ നഗരമായ ഡിനിപ്രോയിൽ തൊടുത്തുവിട്ടിരുന്നത്. ഇങ്ങനെ ഒരു ആയുധം റഷ്യയുടെ ആവനാഴിയിലുണ്ടെന്ന് ലോകം ആദ്യമായി അറിഞ്ഞതും അന്ന് തന്നെയാണ്. അപ്പോൾ ഇതിനിടെയാണ് റഷ്യയുമായുള്ള യുദ്ധസന്നാഹത്തിനായി സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരം സമാധാന ഉടമ്പടി ചർച്ച ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന മുന്നറിയിപ്പുമായി ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ രംഗത്തെത്തിയിരിക്കുന്നത്. 2022-ൽ റഷ്യ ഉക്രൈൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉക്രൈന് $300 ബില്യൺ സാമ്പത്തിക സഹായവും സൈനിക സഹായവുമാണ് നൽകിയിരിക്കുന്നതെന്ന് ഹംഗേറിയൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത്രയും വലിയ തുക യൂറോപ്യൻ യൂണിയനിലെ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ചെലവഴിച്ചിരുന്നതെങ്കിൽ അത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തിന് ഉത്തരം പറയാൻ യുദ്ധക്കുതിയന്മാരായ അമേരിക്കയും സഖ്യകക്ഷികളും എന്തുകൊണ്ടും ബാധ്യസ്ഥനാണ്. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ തങ്ങളുടെ മുൻഗണനകൾ വീണ്ടും വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകതയെയാണ് ഈ പ്രസ്താവനയിലൂടെ ഹംഗേറിയൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ നേതാക്കളോട് കൂടുതൽ പ്രായോഗിക സമീപനം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട അദ്ദേഹം ആഗോള യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ബ്രസൽസ് വ്യതിചലിച്ചതായും കുറ്റപ്പെടുത്തി. ഉക്രൈനിലേക്ക് ധനസഹായം അയക്കുന്നത് തുടരാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ തീരുമാനത്തെ വലിയ തെറ്റ് എന്ന് തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഇതിനിടെ തന്നെയാണ് ഉക്രൈൻ, ഹെയ്തി തുടങ്ങിയ സംഘർഷ മേഖലകളിൽ ജെൻഡർ അഡ്വൈസേഴ്സിനെ കനേഡിയൻ സായുധ സേന വിന്യസിച്ചിരിക്കുന്നത്. ജെൻഡർ അഡ്വൈസേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ഉപദേഷ്ടാക്കൾ സൈനിക ആസൂത്രണത്തിലും പ്രവർത്തനങ്ങളിലും സ്ത്രീ പുരുഷ ഭേദ കാഴ്ചപ്പാടുകൾ സമന്വയിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ്. സൈനിക കമാൻഡർമാർക്ക് അവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ലിംഗഭേദം എങ്ങനെ പരിഗണിക്കണമെന്ന് മാർഗനിർദ്ദേശം നൽകുന്ന സ്പെഷ്യലിസ്റ്റ് ഉപദേശകരാണവർ, അതായത് ജെൻഡർ അഡ്വൈസേഴ്സ്. സമാധാനത്തിലും സുരക്ഷാ ശ്രമങ്ങളിലും സൈനിക സേവനങ്ങളിലും സ്ത്രീകളുടെ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം അംഗീകരിക്കുന്ന UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം അഥവാ UNSCR 1325 നടപ്പിലാക്കുന്നതിനുള്ള കാനഡയുടെ പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ ജെൻഡർ അഡ്വൈസേഴ്സുകളുടെ വിന്യാസം. കാനഡയുടെ ജെൻഡർ അഡ്വൈസേഴ്സ് നോർഡിക് സെന്റർ ഫോർ ജെൻഡർ ഇൻ മിലിറ്ററി ഓപ്പറേഷനിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണെന്നത് ഏറെ ശ്രദ്ധേയമാണ്. സെപ്റ്റംബറിൽ അമേരിക്കൻ നാവികസേന സ്ത്രീകൾക്കുള്ള നിരോധനം അവസാനിപ്പിച്ച ശേഷം 2 ലിംഗക്കാർക്കും വേണ്ടി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച അന്തർവാഹിനിയായ USS ന്യൂജേഴ്സി കമ്മീഷൻ ചെയ്തിരുന്നു. ഈ വിർജീനിയ ക്ലാസ് അന്തർവാഹിനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ, അതായത് സ്ത്രീ പുരുഷ നാവികരെ ഒരുപോലെ ഉൾക്കൊള്ളിക്കാനാവുന്നതിലാണ്. എന്തായാലും നിലവിലെ സൈനികരുടെ അഭാവം മൂലമുള്ള റിക്രൂട്ട്മെന്റ് വെല്ലുവിളികൾ നേരിടാൻ ഉക്രൈനിയൻ ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായി ഉക്രൈൻ ഭരണകൂടം കണ്ടെത്തിയ മാർഗങ്ങൾ പലതും അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിക്കുന്നവയായിരുന്നു.
നിർബന്ധിത സൈനിക സേവനത്തിന്റെ പ്രായപരിധി 27 നിന്നും 25 കുറയ്ക്കുക, യുദ്ധമുന്നണിയിൽ സാധാരണക്കാരെ അണിനിരത്താനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുക, തെരുവുകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ, അതായത് അന്തർ, ബധിരൻ അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ളവരെ പോലും സേനയിലേക്ക് നിർബന്ധമായി റിക്രൂട്ട്മെന്റ് നടത്തൽ എന്നിവയ്ക്കായിരുന്നു ഉക്രൈൻ സ്വീകരിച്ച നടപടികൾ. എന്നാൽ വലിയ വിമർശനങ്ങളാണ് ഈ നടപടികളൊക്കെ നേരിട്ടതും. പക്ഷേ എതിരാളികൾ അവരുടെ യുദ്ധത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ലോകനന്മ മുന്നിൽ കണ്ടുകൊണ്ടുള്ള റഷ്യയുടെ നീക്കങ്ങളെ നമുക്ക് പറയാതെ വിട്ടുകളയാനാകില്ല. അതായത് ലോകത്തിന് മുന്നിൽ റഷ്യയുടെ അന്തസ്സ് ഉയർത്തിയ 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഡിസംബർ 18, 19 തീയതികളിലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് അതിൽ ഒന്ന് ഭൂമിയിലെ മനുഷ്യരെ കാർന്നു തിന്നുന്ന ക്യാൻസറിനെതിരായ പ്രതിരോധമാണെങ്കിൽ, രണ്ടാമത്തേതാകട്ടെ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവനയാണ്. ഇവ രണ്ടും മാനവരാശിയെ സംബന്ധിച്ച് ഏറെ ആവേശമുണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളായിരുന്നു. ക്യാൻസറിനുള്ള പുതിയ വാക്സിൻ വികസിപ്പിച്ചതായി റഷ്യൻ ആരോഗ്യ മന്ത്രാലയമാണ് അന്ന് ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. അടുത്ത വർഷം ആദ്യം തന്നെ വാക്സിൻ രോഗികൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു തുടങ്ങുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്റർ ജനറൽ ഡയറക്ടർ ആൻഡ്രി കാപ്രിനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വാക്സിനുകളുടെ രൂപകൽപ്പന കണ്ടെത്തുന്നതിനുള്ള നീണ്ട പ്രക്രിയയായ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടെ 1 മണിക്കൂറിൽ താഴെയായി ചുരുങ്ങുമെന്നും റഷ്യൻ വാക്സിൻ പദ്ധതികളുടെ മേധാവി അറിയിച്ചിട്ടുണ്ട്. വാക്സിനുകളുടെയും അതിലെ mRNAകളുടെ ഘടന നിശ്ചയിക്കുന്ന സങ്കീർണമായ പ്രക്രിയ AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ് വഴി അരമണിക്കൂർ മുതൽ പരമാവധി 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാകുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞുവെന്നാണ് വാക്സിൻ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ഉദ്ദീപിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ഈ വാക്സിനുകളുടെ ഒരു രീതി. ട്യൂമർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിജനുകളെയോ അല്ലെങ്കിൽ പ്രത്യേക പ്രോട്ടീനുകളെയോ ആയിരിക്കും വാക്സിനുകൾ ലക്ഷ്യമിടുന്നത്. ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ക്യാൻസർ കോശങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ സജ്ജമാക്കുകയാണ്. മാത്രവുമല്ല, HPV വാക്സിൻ പോലെയുള്ള പ്രിവെന്റീവ് വാക്സിനുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട വൈറസുകളിൽ നിന്ന് സംരക്ഷിക്കുന്നുമുണ്ട്. സെർവിക്കൽ ക്യാൻസർ പോലുള്ള ചില ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ശരീരത്തിലെ സ്വാഭാവിക പ്രതിരോധം വർദ്ധിക്കുന്നതിലൂടെ വാക്സിനുകൾക്ക് ട്യൂമർ വളർച്ച മന്ദഗതിയിലാക്കാനും ക്യാൻസറിന്റെ ആവർത്തനം തടയാനും അല്ലെങ്കിൽ പ്രാരംഭഘട്ടത്തിലെ ക്യാൻസറുകൾ ഇല്ലാതാക്കാനൊക്കെ സാധിക്കും. റഷ്യയുടെ ഈ വാക്സിൻ കണ്ടെത്തൽ ക്യാൻസർ ചികിത്സയിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. വാക്സിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ആത്മവിശ്വാസം പകർന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേരിട്ടുള്ള ഇടപെടലായിരുന്നു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് സ്വന്തമായി സ്പുട്നിക് വാക്സിൻ വികസിപ്പിച്ചതും റഷ്യ ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് അവരത് നൽകുകയും ചെയ്തു. വാക്സിൻ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ പുടിൻ തന്നെയാണ് ആദ്യം സ്പുട്നിക് വാക്സിൻ എടുത്തത്. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നതിനിടെ തന്നെയാണ് അതിനേക്കാൾ വേഗത്തിൽ ക്യാൻസർ വാക്സിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങളും നടത്തി അതിലും റഷ്യ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഉക്രൈനിലെ റഷ്യൻ സൈനികരുടെ മുന്നേറ്റം നിലവിൽ നിർണായക ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഉക്രൈനിലെ നല്ലൊരു വിഭാഗം പ്രദേശങ്ങളും ഇതിനകം തന്നെ പിടിച്ചെടുത്തു കഴിഞ്ഞ റഷ്യയ്ക്ക് അമേരിക്കൻ സഖ്യകക്ഷികളുടെ സൈനിക സഖ്യമായ നാറ്റോയിൽ ഉക്രൈൻ അംഗത്വം നൽകുന്നതിൽ പ്രഖ്യാപനം കൂടി വന്നാൽ ഇനി യുദ്ധം അവസാനിപ്പിക്കാനാവുന്നതേയുള്ളൂ. പക്ഷേ അതിനിടയിലാണ് ഖസാനിൽ ആക്രമണം നടത്തി വീണ്ടും പുടിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് റഷ്യ രംഗത്തെത്തുന്നത്. റഷ്യയുടെ അയൽ രാജ്യവും മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗവുമായിരുന്ന ഉക്രൈൻ നാറ്റോയിൽ അംഗമാകാൻ ശ്രമിച്ചതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചത്. ഉക്രൈനെ പൂർണ്ണമായും പിടിച്ചെടുത്ത് റഷ്യയുടെ ഭാഗമാക്കണമെന്ന ആഗ്രഹം ഇപ്പോഴും റഷ്യയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ യുദ്ധപ്രഖ്യാപനം നടത്താതെ സൈനിക നടപടി മാത്രമായി ഈ പോരാട്ടത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യുദ്ധപ്രഖ്യാപനം റഷ്യ നടത്തിയിരുന്നുവെങ്കിൽ വൻ നശീകരണ ശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉക്രൈനെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ റഷ്യയ്ക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ അവരത് ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല. തികച്ചും മാന്യമായ ഒരു സൈനിക നടപടിയാണ് റഷ്യ ഉക്രൈനിൽ സ്വീകരിച്ചു വരുന്നത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴികെ പരമാവധി ആൾനാശം ഒഴിവാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഉക്രൈനിലെ ഒരു കുടുംബത്തെ റഷ്യയുടെ ചില സൈനികർ കൊലപ്പെടുത്തിയ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ആ സൈനികരെ പിടികൂടി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച റഷ്യയുടെ നടപടി ഉക്രൈനെ സംബന്ധിച്ചും തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. യഥാർത്ഥത്തിൽ ഉക്രൈൻ ജനത ആഗ്രഹിച്ചതല്ല ആ രാജ്യത്ത് അവരുടെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.